ഹലോ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? നമ്മൾ പോകുന്നത് ഒരു ഔസേപ്പ് പിതാവിൻ്റെ ദേവാലയത്തിലേക്കാണ്. കാക്കുളിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് സെൻറ്റ് ജോസഫ്സിൻ്റെ ഒരു ദേവാലയമുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട രൂപതയിലാണ് ഈ പള്ളിയുള്ളത്. കുഴൂര് മാള സമീപം സ്ഥിതി ചെയ്യുന്ന കാക്കുളിശ്ശേരിയിലാണ് ഈ സെൻറ്റ് ജോസഫ്സ് ദേവാലയം ഉള്ളത്. ഈ ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ ആശയത്തിന് പുറകിൽ ഒരു കഥയുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാരിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ ഔസേപ്പിതാവ് വിശ്രമിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്നതിനെയാണ് ഇത് ചിത്രീകരിക്കുന്നത്. ബൈബിൾ വിവരണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ആണ് ഈ ഒരു രൂപമുണ്ടാക്കിയിരിക്കുന്നത്. ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ രൂപത്തിന് കീഴിൽ കുറിപ്പുകൾ സ്ഥാപിക്കുന്നത് പ്രാർത്ഥനയിൽ ഉദ്ദേശ്യങ്ങൾ ഉയർത്താൻ സഹായിക്കുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിലൂടെ പറയുകയാണെങ്കിൽ, എനിക്ക് നിന്നോട് വ്യക്തിപരമായൊരു കാര്യം പറയാനുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവിനെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. വിശുദ്ധ ഔസേപ്പിതാവ് നിശബ്ദതയുടെ വ്യക്തിയാണ്. എൻ്റെ സ്വകാര്യ മുറിയിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന ഒരു തിരുസ്വരൂപമുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവ് ഉറങ്ങുകയാണെങ്കിലും അദ്ദേഹം തിരുസഭയെ കാത്തു പരിപാലിക്കുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ജീവിതത്തിൽ എപ്പോഴെല്ലാം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം നമ്മളെ വെള്ള പേപ്പറിൽ എഴുതി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുസ്വരൂപത്തിന് താഴെ വെച്ച് പ്രാർത്ഥിക്കുക. എനിക്കറിയാം ഔസേപ്പിതാവ് ഉറക്കത്തിൽ എൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്വപ്നം കണ്ട് പിറ്റേ ദിവസം എനിക്ക് പരിഹാരം നൽകുമെന്ന്. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. നമുക്ക് ഈ ദേവാലയത്തിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ഇതേപോലെ തന്നെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല ശാന്തതയിൽ ഉള്ള ഒരു സ്ഥലമാണിത്. നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. അവിടെ നമ്മുടെ നിയോഗങ്ങളൊക്കെ എഴുതി വെച്ച് ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടാം. നമുക്ക് ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം നേടി നമ്മുടെ നിയോഗങ്ങളൊക്കെ കാഴ്ചവെച്ച് നമ്മൾ ഈ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങാണ്. ഒത്തിരി സന്തോഷമായി ഞങ്ങൾക്ക് ഈ ദേവാലയത്തിൽ പോയപ്പോൾ. അവിടുത്തെ ഒരു അന്തരീക്ഷം പിള്ളേർക്കും ഒത്തിരി സന്തോഷം തോന്നി. നമ്മൾക്ക് കുറച്ച് നല്ല നിമിഷങ്ങളാണ് ഇവിടെ കിട്ടിയത്. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ നിയോഗമൊക്കെ എഴുതി നമ്മളവിടെ നിന്ന് തിരിച്ചു പോരാണ്. ഈ യാത്ര ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ? നമുക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടാം. അങ്ങനെ നമ്മുടെ നിയോഗങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഔസേപ്പിതാവ് നമ്മളെ സഹായിക്കും. ഔസേപ്പിതാവിനുള്ള ഭക്തി നമ്മളുടെ ആത്മീയ ജീവിതത്തിനും നമുക്ക് ഒത്തിരി സഹായിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.